ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് 2-3 വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു. ഇവിടെ നിൽക്കുന്നവരിൽ ആരെങ്കിലുമൊക്കെ അത് കേട്ടവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. കേട്ടവരൊക്കെ ഒന്ന് കൈവക്കാവോ? നിങ്ങൾ എത്ര പേരത് കേട്ടോന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭൂരിപക്ഷം പേരത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുന്ന ഭാഗം വരുമ്പോൾ ആ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ പറയും. എനിക്ക് അതിന് മുമ്പായിട്ട് പറയാനുള്ളത് മലങ്കര സഭയുടെ ചരിത്രവും കാതോലിക്കേറ്റിന്റെ സ്ഥാപനവും സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എഡിറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട്, കാതോലിക്ക സ്ഥാപനത്തിന്റെ യഥാർത്ഥ നിലയെന്ന പുസ്തകം. ആ പുസ്തകത്തിൽ 912 മുതൽ ഈ കാതോലിക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു സമാഹരണമാണ്. പഴയ രേഖകളുടെ സമാഹരണമാണ്. 1910 മലങ്കര സഭയിൽ നിർഭാഗ്യകരമായ ഒരു ഭിന്നതയുണ്ടായി. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെയാണ് പിളർപ്പിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തായിരുന്ന വട്ടശ്ശേരിൽ മാർ ദീവന്നാസ്യോസ്, അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായായിരുന്ന അബ്ദുള്ള പാത്രിയർക്കീസ് ബാവായോട് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിലാണ്. ചരിത്രം വളരെ വിപുലമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം. ഈ 1910 ആരംഭിച്ച ഈ പ്രശ്നം വട്ടശ്ശേരി തിരുമേനി ഒരിക്കലും അന്ത്യോക്യ പാത്രിയർക്കീസ് മുടക്കിയെങ്കിൽ പോലും അദ്ദേഹം വേറൊരു സഭ സ്ഥാപിക്കാനായിട്ട് പരിശ്രമിച്ചില്ല. അദ്ദേഹം മലങ്കര സഭയിൽ സമാധാനമുണ്ടാകുമെന്നുള്ള പ്രത്യാശയിൽ പാത്രിയർക്കീസ് ബാവായുടെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ കുർബാന പോലും ചൊല്ലാതെ വർഷങ്ങളോളം മുടക്കിന് ശേഷം ഇരുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്നും അന്നും നടക്കുന്നത് പോലെ ചില ആളുകളുടെ ദുരാലോചന, സഭാചരിത്രപരമായിട്ട് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ, മെത്രാങ്കക്ഷിക്ക് എന്ന സജീവ നേതൃത്വം കൊടുത്തിരുന്ന KC മാമൻ മാപ്പിളയും അതുപോലെ MAH എന്നറിയപ്പെടുന്ന മോർ ഈവാനിയോസ് എന്ന വൈദികനും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്ലോട്ടാണ് മലങ്കരയിലെ കാതോലിക്കേറ്റിന്റെ പ്രാരംഭം. ആ സമയത്ത് നിർഭാഗ്യവശാൽ ചിത്തരോഗ ബാധിതനായി അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് ബഹിഷ്കൃതനായിരുന്ന അബ്ദുൽ മിശിഹ എന്ന പേരുള്ള ഒരു പാത്രിയർക്കീസ് അന്ന് മർദീനിൽ കഴിയുന്നുണ്ടായിരുന്നു. ഇവർ രഹസ്യമായിട്ട് അദ്ദേഹത്തെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുവാനായിട്ടുള്ള ആലോചനകൾ നടത്തി. ഇദ്ദേഹം സ്ഥാനത്ത് നിന്ന് ബഹിഷ്കൃതനായി അധികാരങ്ങളില്ലാതെ കുർക്കുമാദേറായിൽ അദ്ദേഹം താമസിക്കുകയാണ്. കുർക്കുമാദേറായിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് യാതൊരു അധികാരവുമില്ല. ഒരു സന്യാസിയെ പോലെ അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടുകയാണ് എന്ന് അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് ഓർത്തഡോക്സ് സഭയിലെ ഒരു കോർപ്പിസ്കോപ്പ, അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു തോട്ടുപുറത്ത് കുറിയാക്കോസ് കോർപ്പിസ്കോപ്പ ടർക്കിയിൽ പോയി കുർക്കുമാദേറായിൽ അബ്ദുൽ മിശിഹ പാത്രിയർക്കീസിന്റെ കബറിടം കണ്ടതിന് ശേഷം അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പാത്രിയർക്കീസന്മാരുടെ നിരയിൽ പോലും അല്ല അബ്ദുൽ മിശിഹായെ അടക്കിയിരിക്കുന്നത് എന്ന്. ഞാനിത് നേരത്തെ തന്നെ പറയുന്നത്, ഈ അബ്ദുൽ മിശിഹായെ കാനോനിക പാത്രിയർക്കീസായി ശീമയിലെ സഭ അംഗീകരിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തെ തൽസ്ഥാനത്തുനിന്ന് നീക്കി പകരം മലങ്കര സഭയിൽ സന്ദർശനം നടത്തിയ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവായെ പാത്രിയർക്കീസായി തിരഞ്ഞെടുത്തതിന്റെ രേഖകൾ വളരെ പ്രസിദ്ധമാണ്. ഈ പാത്രിയർക്കീസിനെ വാഴിച്ചു കഴിഞ്ഞപ്പോൾ മലങ്കര സഭയുടെ അന്നത്തെ ഔദ്യോഗിക പത്രമായിരുന്ന മലങ്കര ഇടവക പത്രിക എന്ന മാസികയിൽ അന്ത്യോക്യ പാത്രിയർക്കീസായി അബ്ദുള്ള പാത്രിയർക്കീസിനെ തെരഞ്ഞെടുത്ത് നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വലിയ അക്ഷരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചരിത്രരേഖകൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക്
പഴയ രേഖകളിൽ കാണുവാൻ സാധിക്കില്ല.